കേരളത്തിലെ റവന്യൂ വകുപ്പിലെ വില്ലേജ് ജീവനക്കാർക്കായുള്ള ഒരു ട്യൂട്ടോറിയൽ വീഡിയോയാണ് നെഗ്ജം ക്രിയേഷൻസ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. എങ്ങനെ ഡാറ്റ പ്യൂരിഫിക്കേഷൻ റിലീസ് സൈറ്റിൽ ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോ കാണിക്കുന്നത്. ഇതിനായി റിലീസ് സൈറ്റിൽ പ്രവേശിച്ചതിന് ശേഷം BTR ലിങ്കിൽ ഡാറ്റ പ്യൂരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നോട്ട് വെരിഫൈഡ് ലിസ്റ്റും ഡാറ്റ പ്യൂരിഫിക്കേഷൻ കംപ്ലീഷൻ റിപ്പോർട്ടും കാണാൻ കഴിയും. പ്യൂരിഫിക്കേഷൻ കംപ്ലീഷൻ ഇൻഫർമേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വില്ലേജിൽ എത്രത്തോളം ഡാറ്റ പ്യൂരിഫൈ ചെയ്തിട്ടുണ്ട് എന്ന പെർസെൻറ്റേജ് നമുക്ക് കാണാൻ കഴിയും. ഡാറ്റ പ്യൂരിഫൈ ചെയ്യുന്നതിനായി നോട്ട് വെരിഫൈഡ് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ വില്ലേജിൽ അനുവദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ വില്ലേജിലുള്ള എല്ലാ ബ്ലോക്കുകളും നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ബ്ലോക്ക് നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ ആകെ എത്ര ഡാറ്റ പ്യൂരിഫൈ ചെയ്യാനുണ്ട് എന്ന് കാണിക്കുന്ന ടോട്ടൽ പാഴ്സൽ എന്ന ഒരു ലിങ്കും ലിസ്റ്റ് ആൻഡ് സർട്ടിഫൈ എന്ന രണ്ടാമതൊരു ലിങ്കും മൂന്നാമതായി ലിസ്റ്റ് ഫോർ ക്യാപ്ചറിങ് ഇഷ്യൂസ് എന്ന ലിങ്കും കാണാൻ കഴിയും. ഇതിൽ ലിസ്റ്റ് ആൻഡ് സർട്ടിഫൈ എന്ന ഓപ്ഷനിൽ നമുക്ക് നമ്മുടെ വില്ലേജിൽ കരമടച്ച് കൊടുത്ത തണ്ടപ്പേരുകളും സർവേ നമ്പരും ഉള്ള ഒരു ലിസ്റ്റ് തന്നെ കാണാൻ കഴിയും. അത് 40 എണ്ണം വീതമുള്ള പാഴ്സലായി നമുക്ക് ഒരുമിച്ച് സർട്ടിഫൈ ചെയ്യാൻ കഴിയും. അതിൻ്റെ സെലക്ഷൻ ബോക്സിൽ ഓരോ നമ്പറായിട്ട് സെലക്ട് ചെയ്ത് തണ്ടപ്പേര് കരമടച്ചിട്ടുള്ള തണ്ടപ്പേരാണ് സെലക്ട് ചെയ്ത് 40 എണ്ണം സെലക്ട് ചെയ്തിട്ട് ഒരുമിച്ച് സർട്ടിഫൈ ചെയ്യാൻ കഴിയും. ഒന്നൊന്നായിട്ടും ചെയ്യാം, ഒരുമിച്ചാണെങ്കിലും സർട്ടിഫൈ ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് ഡാറ്റ പ്യൂരിഫിക്കേഷൻ ലിസ്റ്റ് ആൻഡ് സർട്ടിഫൈ എന്ന ഓപ്ഷനിൽ ചെയ്യാൻ കഴിയും. കൂടാതെ ലിസ്റ്റ് ഫോർ ക്യാപ്ചറിങ് ഇഷ്യൂസ് എന്ന് പറയുന്നത് എന്തെങ്കിലും അപാകതകളുള്ള തണ്ടപ്പേരുകളും ടെമ്പററി തണ്ടപ്പേരുകളുമാണ് അതിൽ കാണുന്നത്. അവ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് അവയ്ക്ക് കാണിച്ചിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് സെലക്ട് ചെയ്യാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം നമ്മൾ അനുയോജ്യമായിട്ടുള്ളത് സെലക്ട് ചെയ്ത് അവ നമുക്ക് എന്ത് ചെയ്യാം, സർട്ടിഫൈ ചെയ്യാൻ കഴിയും. ഇപ്രകാരം ഒന്നൊന്നായിട്ട് ലിസ്റ്റ് ഫോർ ക്യാപ്ചറിങ് ഇഷ്യൂസും സർട്ടിഫൈ ചെയ്യാൻ കഴിയും. ഇതുപോലെ ആ വില്ലേജിൽ ആകെ എത്ര ബ്ലോക്കുകളുണ്ടോ ഓരോ ബ്ലോക്കും ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്ത് ഡാറ്റ പ്യൂരിഫിക്കേഷൻ ലിസ്റ്റ് ആൻഡ് സർട്ടിഫൈയിലും ലിസ്റ്റ് ഫോർ ക്യാപ്ചറിങ് ഇഷ്യൂസിലും ഓരോന്നായിട്ട് സർട്ടിഫൈ ചെയ്യാൻ കഴിയും. ലിസ്റ്റ് ഫോർ ക്യാപ്ചറിങ് ഇഷ്യൂസിൽ പെൻഡിങ് PVയും പെൻഡിങ് OTCയും പ്രത്യേകമായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവ നമുക്ക് പരിശോധിക്കാനും അതിലൂടെ കഴിയുന്നതാണ്. ഇപ്രകാരം ഡാറ്റ പ്യൂരിഫിക്കേഷൻ ചെയ്യുന്ന വിവരങ്ങൾ വച്ചിട്ടാണ് റീസർവേ നടക്കുന്ന വില്ലേജുകളിൽ സർവേ വിഭാഗത്തിന് ആവശ്യമായ വിവരങ്ങൾ ലഭ്യമാക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.